പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട മുത്തുക്കുഴി സ്വദേശിയും സഞ്ചാര സുവിശേഷകനുമായ പാസ്റ്റർ സുനിൽ രാജിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ വെള്ളറട ദേശത്ത് മുത്തുക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളരുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററാണ്. മാതാവ് കർത്താവിൻ്റെ വേലയിൽ തന്നെയായിരുന്നു. അവരുടെ മകനായി എനിക്ക് ജനിക്കുവാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട്, എൻ്റെ വിദ്യാഭ്യാസ മേഖല പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. പഠനം കഴിഞ്ഞ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും കർത്താവിൻ്റെ വേലയിൽ ആകണമെന്ന് മനസ്സിൽ വലിയ താല്പര്യവുമില്ല. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുമ്പോഴും ഞാൻ ജനിച്ചു വളരപ്പെടുന്നതും ഒരു പാസ്റ്റർ കുടുംബത്തിലായിരുന്നു. എന്നാൽ ആ പാസ്റ്റർ കുടുംബത്തിലായിരുന്നു എങ്കിലും ഞാൻ ദൈവമായിട്ട് കൂടുതൽ ആത്മീയമായിട്ട് എനിക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും പപ്പയോടൊപ്പം പള്ളിയിൽ ചർച്ചിൽ പോകും എങ്കിലും ദൈവമായിട്ട് കൂടുതൽ അടുക്കുവാൻ അങ്ങനെ വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പപ്പയുടെയും അമ്മയുടെയും ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ബൈബിൾ കോളേജ് പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചിങ്ങവനം ബൈബിൾ കോളേജ്, തമ്പിച്ചാൻ്റെ കോളേജിലോട്ട് പഠിക്കുവാനായിട്ട് അവിടെ പോയി. എന്നാൽ പോകുന്ന ആ സാഹചര്യങ്ങളിൽ ചില ആഴ്ചകൾ ഞാൻ അവിടെ നിന്നു. എങ്കിലും വീട് മാറി നിന്നങ്ങനെ ഒരു പരിചയമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ചുരുങ്ങിയ ദിവസം ആ ബൈബിൾ കോളേജിൽ ഞാൻ അവിടെ പഠിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ആ കോളേജിനോടോ കോളേജ് സ്ഥാപനത്തോട് പറയാതെ തന്നെ ഞാൻ അവിടെ നിന്ന് ബസ് കയറി, ഒറ്റയ്ക്ക് ബസ് കയറി. അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിറങ്ങി നേരെ വീട്ടിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. എന്നാൽ തിരിച്ചു വന്നിട്ട് ഞാനിവിടെ വീണ്ടും പപ്പയോടുകൂടെ അങ്ങനെ ചർച്ചിൽ പോവുകയും വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും എന്നെ മറ്റൊരു ബൈബിൾ കോളേജിൽ എന്നെ കൊണ്ടാക്കി. അവിടെ ഞാൻ 3 വർഷം ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞു. BTech സർട്ടിഫിക്കറ്റും ഒക്കെ മേടിച്ചു. ഞാൻ വീണ്ടും പഴയതുപോലെ ഒരു വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ തന്നെ ചില വർഷങ്ങളിലൂടെ മുന്നോട്ട് പോയി. ഞാൻ ആരാധിച്ച് പ്രാർത്ഥനയിലും അങ്ങനെ മുന്നോട്ട് പോയി. എൻ്റെ ഒരൊറ്റ താല്പര്യം, ഒരു പാസ്റ്റർ ആകുന്നത് ഒരു താല്പര്യവുമില്ല. എപ്പോഴും ചർച്ചിൽ വിശ്വാസിയായിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. ഞാനങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും എന്നോട് പല പ്രവാചകന്മാരും വന്ന് പറഞ്ഞു, നിനക്കൊരു വലിയൊരു ശുശ്രൂഷയുണ്ട്, നീ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടും, കർത്താവിൻ്റെ പെട്ടകവുമായിട്ട് അവിടെ ചെല്ലും എന്നൊക്കെ പല ദൈവദാസന്മാരും എൻ്റെ തലയിൽ കൈവച്ച് ദൂത് പറയാറുണ്ട്. ഞാനപ്പോഴും പറയും, എന്നെക്കൊണ്ടത് കഴിയുന്നതല്ല, എനിക്കത് താല്പര്യമില്ല എന്നൊക്കെ ഞാനങ്ങനെ വീട്ടിൽ ചർച്ചിലും ഒക്കെ ഇരുന്ന് പറയാറുണ്ട്. എങ്കിലും വീണ്ടും ആവർത്തിച്ച് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്രയിൽ വീണ്ടും എൻ്റെ ഏകദേശം വിവാഹപ്രായമാകുമ്പോൾ എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം കഴിഞ്ഞു. മൂത്ത മകന് ഡെലിവറി കഴിഞ്ഞ് പിറ്റേ വർഷം ആകുമ്പോഴത്തേക്ക് എൻ്റെ വൈഫിന് മാരകമാകുന്ന ഒരു അസുഖം ഉണ്ടായി. അത് വന്നിട്ട് സോറിയോസിസ് പോലെ ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിയുന്ന ഒരു രോഗം വന്നു. ഏകദേശം 1 വർഷത്തിലധികം വിവിധ ട്രിവാൻഡ്രം ജില്ലയിലും ചെന്നൈയിൽ ഇവിടെയൊക്കെ പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു സൗഖ്യവുമില്ല. എന്നാൽ വളരെ വെത്തപ്പാടോടുകൂടെ വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ വന്ന ദൈവദാസന്മാർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ച് ഇറങ്ങിയതാണ്, നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ 3 ദിവസം വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുക്കാമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും എന്ന് എന്നോട് പലരും പറഞ്ഞു. ദൈവദാസന്മാർ പറയുമ്പോഴും ഞാൻ അതിനൊന്നും പിടികൊടുക്കാതിരിക്കുമ്പോഴും ഒരു ദിവസം എന്നോട്
ദൈവം ഇടപെട്ടു. ഞാൻ പറഞ്ഞു ഓക്കെ, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വടക്കുന്നൊരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ 3 ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ 3-ാമത്തെ ദിവസം ദൈവദാസിക്ക് നല്ല ഒരു സൗഖ്യം കൊടുത്തു. എന്നാൽ അതോടുകൂടെ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാം എന്ന് ഞാനൊരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുവാൻ കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയുടെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കർത്താവിന്റെ സാക്ഷിയായി ജീവിതം തുടരുകയാണ് പാസ്റ്റർ സുനിൽ രാജ്. ഞാനങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ആ തീരുമാനപ്രകാരം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചു. വീണ്ടും എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരു സുവിശേഷ രംഗത്തിൽ എങ്ങനെ പ്രയോജനപ്പെടണം, ഞാനിങ്ങനെ ഇറങ്ങിയാൽ എൻ്റെ കുടുംബകാര്യം, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും എന്നൊക്കെ ആശയക്കുഴപ്പം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. ഞാനങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എന്തെങ്കിലും ഒരു കൃപാവര ശുശ്രൂഷ തരികയാണെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങാം എന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു ദിവസം ഞാൻ ആ ഒരു ആരാധനയിൽ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദർശനത്തിലൂടെ ദൈവം എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഞാൻ കണ്ടതിങ്ങനെയാണ്, ഒരു 100 കണക്കിന് പാസ്റ്റേഴ്സ്മാർ ഒരു നദിയുടെ ഒരു കരയിൽ നിൽപ്പുണ്ട്. മറുകരയിൽ വളരെ മിനുക്കമുള്ള, വളരെ തിളക്കമുള്ള, നമ്മളെ കണ്ണുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വെട്ടിത്തിളങ്ങുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ആയുധങ്ങൾ ഇരിപ്പുണ്ട്. പക്ഷെ 100 കണക്കിന് ദൈവദാസന്മാർ ഈ മറുകരയിൽ ഞാൻ ആ കൂട്ടത്തുണ്ട്. എന്നാൽ ആ നദി കടന്നു പോകണമെങ്കിൽ വലിയ ബദ്ധപ്പാടാണ്, ആർക്കും പോകാൻ അസാധ്യമാണ്. പക്ഷെ ഞാൻ അവിടുന്ന് ആ മറുകരയിൽ നിന്ന് നടന്ന് ചെന്ന് എനിക്കിഷ്ടമുള്ള ഒരു മനോഹരമായ ഒരു കത്തിയെടുത്ത് ഞാൻ തിരിച്ച് കയറി വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. എന്നാൽ അന്ന് മുതൽ എനിക്ക് എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരു അധികാരം ദൈവം തന്നു. അനേകയിടങ്ങളിൽ കർത്താവിൻ്റെ വേലയുമായിട്ട് പോകുവാനും കർത്താവിൻ്റെ വേലയിൽ തന്നെ ഞാൻ 1997 മുതൽ സഭയുടെ ശുശ്രൂഷ ഞാൻ ചെയ്തു വരികയാണ്. വിവിധ ഗ്രാമങ്ങൾ, വിവിധ ജില്ലകൾ, ട്രിവാൻഡ്രം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ഈ നിമിഷം വരെയും ഒരു ദിവസം പോലും സഭാ ശുശ്രൂഷ ഇല്ലാതെ എനിക്ക് ഇരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ മാറി മാറി പല സഭകളിലും കർത്താവിൻ്റെ വേലയിലാകുവാൻ കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുകയും കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇതിനിടയിൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുവാൻ ഇടയായി തീർന്നു. കാട്ടാക്കടയ്ക്കടുത്ത് ഞാനിങ്ങനെ എൻ്റെ ബുള്ളറ്റിൽ ഒരു അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് ഈ കൊറോണ സമയത്ത് 2020 കൊറോണ സമയത്ത് ഒരു വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. കാട്ടാക്കടയ്ക്കടുത്ത് ആ ഭാഗത്ത് വെച്ച് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ മുന്നോട്ട് പോകുമ്പോൾ വേഗം ഒരു സഡൻ ബ്രേക്ക് അദ്ദേഹം പിടിക്കുന്ന സമയത്ത് എൻ്റെ ബുള്ളറ്റ് നിലംപരിചാകുവാനിടയായി തീർന്നു. ഞാൻ വലത് സൈഡിലോട്ട് മറിഞ്ഞു വീണു. എൻ്റെ തല റോഡിലടിച്ച്. എൻ്റെ വാഹനത്തിൽ ബുള്ളറ്റിൽ പുറകിലിരുന്ന എൻ്റെ സെക്രട്ടറി ആയിരുന്നു, ചർച്ചിലെ സെക്രട്ടറി. അദ്ദേഹം ചാടി രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ ആ വീഴുന്ന സമയത്ത് മരിച്ചുപോയി എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ഒരു അനക്കവുമില്ല. ചില മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അനക്കമില്ല. ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞ് നെയ്യാർ സിറ്റി മെഡിക്കൽ കോളേജിൽ കാട്ടാക്കട ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എനിക്കൊരു ബോധമില്ലായിരുന്നു, എനിക്കൊരു ഓർമ്മയും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് വിധി പറയുമ്പോഴും എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാരെല്ലാവരും പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ മാതാവും എൻ്റെ പിതാവും ഒക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ഒരല്പ വ്യത്യാസം അവിടെ നിന്ന് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും, എന്നാൽ അതിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചെറിയ വ്യത്യാസം വന്നു. എങ്കിലും എനിക്ക് ഉറക്കമില്ല. ഏകദേശം 3 മാസത്തോളം ഞാൻ വളരെ ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ വളരെ TV പ്രോഗ്രാമിലൊക്കെ നടക്കുന്ന പല പാസ്റ്റേഴ്സ്മാരുടെ നമ്പർ എടുത്ത് ഞാൻ വിളിക്കും. രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. ഭാര്യ ഉറക്കളിച്ചിരിക്കുന്നു, ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, എൻ്റെ 2 മക്കൾ ഉറക്കളിച്ചിരിക്കുന്നു. വല്ലാതെ വിഷമത്തിൽ ഏകദേശം 3 മാസത്തോളം
ഉറക്കമില്ലാതെ വിഷമിച്ചു. എന്നാൽ ഒടുവിൽ എൻ്റെ കർത്താവ് എനിക്ക് പൂർണ്ണമായി സൗഖ്യം തരുവാനിടയായി തീർന്നു. ഞാൻ അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്കൊരു സൗഖ്യം തന്നാൽ ഞാൻ ദേശത്തെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു മാസത്തിൽ എല്ലാ ആഴ്ചകളിലും പോയി സുവിശേഷം പറയാനും കവലകളിൽ പോയി പ്രസംഗിക്കാനും എൻ്റെ സാക്ഷ്യം മറ്റു സഭകളിൽ പോയി പറയുവാനും എനിക്ക് ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു എന്ന് ദൈവത്തിൽ തീരുമാനം എടുത്തു. മിസ്ബ ഗോസ്പൽ മിഷൻ എന്ന സംഘടനയിലൂടെ അനേകർക്ക് ആശ്വാസം പകരുന്ന നിരവധി സുവിശേഷീകരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് പാസ്റ്റർ സുനിൽ രാജും ഭാര്യ ഷീലയും. ബാലരാമത്തിനപ്പുറത്ത് പുന്നക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഞാൻ 3 വർഷത്തോളം അവിടെ ഒരു ചർച്ച് കൂടിവരവുണ്ടായിരുന്നു. ആ ശുശ്രൂഷകൾ അവിടെ ചെയ്തു വരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റൊരു അവസരം കാട്ടാക്കട ഭാഗത്തുണ്ടായി. അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു വരികയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്ന പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ഒത്തിരി കഷ്ടം അനുഭവിക്കുവാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അങ്ങേറ്റം അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ മൂത്ത മകൻ ജനിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല ഒരു ആഹാരമില്ലാത്ത നിലകളിലൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർത്താവ് തക്ക സമയത്ത് പല നിലകളിലും ഞങ്ങൾക്ക് ഏലിയാവിനെ പോഷിപ്പിച്ചതുപോലെ ഞങ്ങളെ ആ ദേശത്ത് വെച്ച് ദൈവം നടത്തിയ വിധങ്ങളൊക്കെ വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു പ്രാരംഭഘട്ടം സുവിശേഷ വേലയുടെ ആ പ്രാരംഭ സമയങ്ങളിൽ. എന്നാൽ എൻ്റെ മകൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽപ്പെട്ട ഒരു സഹോദരൻ രാത്രി 10 മണിയായപ്പോൾ എനിക്കൊരു അനുഭവം പറയാനുള്ളത്, ഡോറിൽ വന്ന് മുട്ടുകയും അദ്ദേഹം പാസ്റ്റർ എന്ന് വിളിച്ച് ഒരു പാക്കറ്റ് ബ്രെഡും കുറച്ച് മുട്ടയും പാലും ഒക്കെ കൊണ്ട് വന്ന ഒരു കാഴ്ച എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തത് ഓർമ്മയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആ സഭയിൽ കറണ്ടോ വെളിച്ചമോ ഒന്നുമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ആ ദേശം ഒരു ഇരുണ്ട ഒരു അനുഭവമായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ അവിടെയെല്ലാം വെളിച്ചമായി, അവിടെയെല്ലാം വിശാലതയൊക്കെ വന്നു. ഇതെല്ലാം കർത്താവിൻ്റെ വേലയുടെ പ്രാരംഭഘട്ടമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മുന്നോട്ട് അങ്ങനെ സുവിശേഷ വേലയിൽ പലയിടങ്ങളിലും മാറി മാറി കർത്താവിൻ്റെ വേലകളിൽ വ്യാപൃതമായി മുന്നോട്ട് പോകുമ്പോൾ ആ സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു ദിവസം ദൈവം എനിക്കൊരു ദർശനം തന്നു. ദർശനം മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വേലയിൽ കുറച്ചുകൂടെ ശക്തമാകണം എന്ന് ഉദ്ദേശിച്ച് ഒരു ടീമിൻ്റെ പേര് എനിക്ക് തന്നു. എനിക്ക് ദൈവം തന്നൊരു പേരാണ് മിസ്ബ ഗോസ്പൽ മിഷൻ. ആ മിഷനോടുള്ള ബന്ധത്തിൽ എന്നോടൊപ്പം ഒത്തിരി ദൈവദാസന്മാർ എന്നോടൊപ്പം സഹകരിക്കുവാനിടയായി തീർന്നു. ദൈവദാസന്മാർ വന്നതെല്ലാം പ്രതിഫല ഇച്ഛ കൂടാതെ വളരെ സന്തോഷത്തോടുകൂടെ വളരെ സഹിഷ്ണുതയോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ അവരെല്ലാവരും മുന്നോട്ട് വരുവാനിടയായി തീർന്നു. അന്ന് തുടങ്ങിയ ആ മിഷണറി പ്രവർത്തനം, ആ മിഷൻ പ്രവർത്തനം, മിസ്ബ ഗോസ്പൽ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ എവിടെയായിട്ട് ഞങ്ങൾക്ക് പരസ്യയോഗം നടത്താൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾക്ക് പൂവാറിനടുത്ത് ഒരു ഫിലിം ഷോയും ആ കടൽ തീരത്ത് വെച്ച് ഒരു കൺവെൻഷനും നടത്തുവാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ഗ്രാമങ്ങളുടെ സുവിശേഷീകരണം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലം മുതലേ ഉള്ള നല്ല താല്പര്യമാണ് പരസ്യയോഗം. സ്ട്രീറ്റ് മിനിസ്ട്രി എനിക്ക് വളരെ താല്പര്യമാണ്. അതുകൊണ്ട് എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചകളിലും ഒരു മീറ്റിംഗ്, ഒന്നുകിൽ സ്ട്രീറ്റ് മിനിസ്ട്രി, അല്ലെങ്കിൽ വൺ ഡേ കൺവെൻഷൻ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു സന്ധ്യയിൽ ദൈവദാസന്മാർ ഒരുമിച്ചുള്ള ഒരു പ്രെയർ, ഇങ്ങനെ വിവിധ മേഖലകളിൽ കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് ദൈവം അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവവേലയിൽ ഞങ്ങൾക്ക് ഈ മിസ്ബ ഗോസ്പൽ മിഷൻ്റെ പ്രവർത്തനവുമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ കർത്താവിൻ്റെ വേലയിൽ ഇന്നും നിലനിൽക്കുവാൻ കഴിയുന്നു. അതിലൊത്തിരി സന്തോഷമുണ്ട്. എന്നാൽ ആ സുവിശേഷ വേലയോടൊപ്പം തന്നെ കർത്താവിൻ്റെ വേല ഞങ്ങൾ ഏകദേശം 80-ൽ പരം കൺവെൻഷൻ ഞങ്ങൾക്ക് ഈ ട്രിവാൻഡ്രം ജില്ലയുടെ വിവിധ ഗ്രാമങ്ങളിൽ പോയി നടത്തുവാൻ കഴിഞ്ഞു. സഭകളില്ലാത്തിടത്ത് ഒത്തിരി മേഖലകളിലൊക്കെ പോയി പ്രവർത്തിക്കുവാനും കർത്താവിൻ്റെ ശുശ്രൂഷകൾ അവിടെ എവിടെയായി ചെയ്യുവാനും കഴിഞ്ഞു. നിരന്തരമായ ദൈവിക അനുഭവങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ
ദൈവീക സ്നേഹത്തിന്റെ അർത്ഥതലങ്ങൾ രുചിച്ചറിഞ്ഞ സുനിൽ രാജ് സുവിശേഷത്തിന്റെ വയലുകളിൽ അനേകർക്ക് പ്രത്യാശ നൽകി ജീവിതം തുടരുകയാണ്. ഈ എളിയവനായ എന്നെ, ഒരു യോഗ്യതയില്ലാത്ത എന്നെ ആ രാജ്യങ്ങളിലൊക്കെ ദൈവം എന്നെ അയക്കുവാൻ ഇടയെ തന്നു. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ കുഞ്ഞുനാളിൽ എന്നോട് ദൈവദാസന്മാർ വന്ന് പറഞ്ഞ പ്രവചനം എല്ലാം നിറവേറായി. പിന്നെയും ഞങ്ങൾക്ക് കുടുംബമായിട്ട് തന്നെ കർത്താവിൻ്റെ ദാസിയുമായിട്ട് കുവൈറ്റിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അവിടെയും പോകുവാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ എന്തുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ മടങ്ങി വരാൻ കാരണം എൻ്റെ വൈഫിൻ്റെ രോഗസൗഖ്യമായിരുന്നു. എന്നെ വീണ്ടും ആ ദൈവം ഒരു ദർശനം തന്നു. ആ ദർശനത്തിലൂടെ ദൈവവേലയിൽ അന്നത്തെ ആത്മീക ശുശ്രൂഷ എനിക്ക് വീണ്ടും ചെയ്യാൻ കർത്താവ് ഒരു അവസരം തന്നു. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടെ എവിടെ അയക്കുന്നു അവിടെയെല്ലാം ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ വളരെ ഉത്സാഹമുണ്ട്. എനിക്ക് അന്നത്തെ അതേ ഉത്സാഹം എനിക്കിന്നും ദൈവം തന്നു. ആ ദൈവം പ്രത്യേകിച്ച് എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു അവസ്ഥ ഒരുപക്ഷെ ഭാര്യയുടെ വിഷയമാകാം, ഒരുപക്ഷെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു വിശ്വാസം നിന്ന് പിന്മാറിപ്പോയ ഒരു അനുഭവത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാകാം. അവർക്ക് മടങ്ങി വരാൻ ഒരവസരം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, യേശുക്രിസ്തുവിലൂടെ ഉണ്ടായ മാറ്റം, ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെ കയറി വന്ന അനുഭവങ്ങളിൽ ഞാൻ വരുമ്പോഴും എൻ്റെ ദൈവം എന്നെ തിരിച്ചു മടക്കിക്കൊണ്ടുവന്നു. ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ ഒരുപക്ഷെ പോകുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ രോഗികളായി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ മക്കളെ കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ എൻ്റെ മക്കളെയും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചപ്പോൾ ആ ദൈവവേലയിൽ മക്കളെയും കൊണ്ടുവരുവാൻ എനിക്ക് ദൈവം സഹായിച്ചു. അവരുടെ +2 പഠനം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ രണ്ടുപേരെയും ബൈബിൾ കോളേജ് പഠനത്തിനോട്ട് വിടാൻ കഴിഞ്ഞു. മൂത്തയാൾ +2 പഠനം കഴിഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം നിലമ്പൂർ ഫോക്കസ് ഇന്ത്യ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ കഴിഞ്ഞു. 3 വർഷം ആ കൊറോണ സമയങ്ങളിലൊക്കെ അദ്ദേഹം പഠിക്കുകയും ഡിഗ്രി പഠിക്കുകയും പിന്നെ വീണ്ടും അദ്ദേഹം ഹയർ സ്റ്റഡിക്ക് വേണ്ടി പുറത്തോട്ട് പോയി പഠിക്കുകയും ഒക്കെ ചെയ്യുവാൻ കഴിഞ്ഞു. ഇളയ മകനും അങ്ങനെ തന്നെയാണ്. അവൻ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ സെമിനാരിയിൽ 3 വർഷം ബൈബിൾ കോളേജ് പഠിച്ചു. +2 കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിടുവാൻ കഴിഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ അവൻ ഡിഗ്രി പഠിക്കുകയും തീർന്ന് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ ഉടനെ അവൻ MD പഠിക്കുകയും തിരിച്ച് അവൻ ഹയർ സ്റ്റഡിക്ക് വേണ്ടി പഠിക്കുവാനും അവനിങ്ങനെ താല്പര്യപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കർത്താവിൻ്റെ വേലയിൽ ഇളയാളും ഇന്ന് സഭയുടെ പിതാവിൻ്റെ സഭ ശുശ്രൂഷയോട് ചേർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു അനുഭവത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ വേദനയോടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. നിങ്ങൾ കുടുംബജീവിതത്തെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. എൻ്റെ ദൈവത്തിങ്കലോട്ട് അടുപ്പിച്ച് ദൈവവേലയിൽ എൻ്റെ മക്കളെയും കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക പ്രചോദനത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാരത്തോടോ വിഷമത്തോടോ നിങ്ങളായിരിക്കുന്നു എങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഞാൻ ഈ ധരണത്തിൽ ഉപസംഹരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിന്റെ സാക്ഷിയായി തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട മുത്തുക്കുഴി സ്വദേശി സഞ്ചാര സുവിശേഷകൻ പാസ്റ്റർ സുനിൽ രാജിന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. തേടി വന്നു ദോഷിയാ